ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കാൻ ഇവിടെ ഞാനും സന്ദീപും ധനുഷും ഉണ്ട്. അച്ഛൻ ഓഫീസിലെ കാര്യങ്ങൾ നോക്കാൻ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ആവശ്യമില്ല. തൽക്കാലം വീട്ടിലെ അടുക്കള കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. എന്നാ പിന്നെ ഞാൻ പോയിട്ട് വൈകിട്ട് വരാം. വരാം. ധനുഷിനോടൊന്ന് ഇങ്ങോട്ട് വരാൻ പറയൂ. നിന്റെ ഇവിടുത്തെ ജോലിയൊക്കെ സുഖാണല്ലോ അല്ലേ? ഇത് ചോദിക്കാനാണ് എന്നെ വിളിപ്പിച്ചത്? അല്ല, ഇങ്ങനെ പോയാൽ ഈ ജോലി മതിയാക്കി വീട്ടിൽ പോകേണ്ടി വരുന്ന പറയാനാ വിളിച്ചത്. മനസ്സിലായില്ല. എന്താ ഇത്? മാർക്കറ്റിംഗ് ഡിവിഷൻ മുഴുവൻ ധനുഷിന്റെ ചുമതലയല്ലേ? അതൊരു വൻ പരാജയ. ഇന്ന് ഇതുവരെ വേറെ ആരും അത് പറഞ്ഞിട്ടില്ല. എന്റെ ജോലി ഞാൻ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ബോധിപ്പിക്കേണ്ടവരെ ഞാൻ ബോധിപ്പിക്കുന്നുമുണ്ട്. അപ്പോ എന്നെ ബോധിപ്പിക്കാൻ പറ്റില്ല എന്നർത്ഥം അല്ലേ? അങ്ങനെ മനസ്സിലാക്കിയാ നല്ലത്. ഇന്നു മുതൽ ഈ ഓഫീസിന്റെ സർവാധികാരി ഞാനാ. ഞാൻ പറയുന്നതിനനുസരിച്ച് ജോലി ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം ഇവിടെ ജോലി ചെയ്താൽ മതി. ഇല്ലെങ്കിൽ രാജിവെച്ച് പോണം. അത് തീരുമാനിക്കാൻ നിങ്ങൾക്ക് എന്താ അധികാരം? ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കാൻ ഇവിടെ ഞാനും സന്ദീപും ധനുഷും ഉണ്ട്. അച്ഛൻ ഓഫീസിലെ കാര്യങ്ങൾ നോക്കാൻ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ആവശ്യമില്ല. തൽക്കാലം വീട്ടിലെ അടുക്കള കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. അച്ഛനോട് ഞാൻ പറഞ്ഞോളാം. അല്ലെങ്കിൽ അച്ഛൻ തന്നെ ഞങ്ങളോട് ഇക്കാര്യം പറയട്ടെ. സച്ചി വിളിച്ച് അച്ഛനോട് ചോദിക്ക്. ഞാനിപ്പോ ആരെ വിളിക്കാനൊന്നും പോകുന്നില്ല. ഈ നിമിഷം ഏട്ടത്തി ഈ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോണം. ഇത് കമ്പനി എംഡിയുടെ മുറിയാ. ഈ കസരെ കയറിയിരിക്കാനുള്ള ഒരു അധികാരവും ഏട്ടത്തിക്കില്ല. നന്ദേട്ടന്റെ ഭാര്യ എന്ന നിലയിലുള്ള എല്ലാ അധികാരവും വീട്ടിൽ കാണിച്ചാൽ മതി. ഇവിടെ ഞങ്ങൾ ആരും അത് അംഗീകരിക്കാൻ പോകുന്നില്ല. പിന്നെ മേലിൽ ധനുഷിന്റെയോ കമ്പനിയിലെ മറ്റേതെങ്കിലും ഒരാളുടെ നേരെ അനാവശ്യമായി ഒരു വർത്താനം പോലും പറഞ്ഞു പോകരുത്. സച്ചിയുടെ സംസാരം കേട്ടിട്ട് എന്നെ തല്ലുന്ന ലക്ഷണം ഉണ്ടല്ലോ. സ്ഥാനം കൊണ്ട് നിങ്ങൾ എന്റെ ഏട്ടത്തിയാ. പക്ഷേ ഇനി ഇവിടുന്ന് ഇറങ്ങിപ്പോയില്ലെങ്കിൽ ഞാൻ സെക്യൂരിറ്റിയെ വിളിച്ച് ഇവിടുന്ന് പിടിച്ച് പുറത്താക്കേണ്ടി വരും. ആ നാണക്കേട് അനുഭവിക്കണം. പറഞ്ഞത് മനസ്സിലായെങ്കിൽ പോവാം.
മരിക്കാൻ വന്നിരിക്കുന്നു. ഇത് ഞാൻ നേരത്തെ പ്രതീക്ഷിച്ചിരുന്നതാ. അവരുടെ ഒരു അഭ്യാസവും ഇനി ഇവിടെ നടക്കാൻ പോകുന്നില്ല. ദാ. അപ്പൊ രണ്ടാൾക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. താങ്ക് യു അച്ചു. ഫംഗ്ഷനുള്ള ഡ്രസ്സ് എന്റെ വക. അത് പൊളിച്ചു. ഇതന്നെ ഇടണം രണ്ടാളും. അതിനുള്ള ഡ്രസ്സൊക്കെ ഞാൻ നേരത്തെ വാങ്ങി വെച്ചിട്ടുണ്ട്. അതവിടെ ഇരുന്നോട്ടെ. ഇരുന്ന കേടുവരുന്ന സാധനമൊന്നും അല്ലല്ലോ. അച്ചു സന്തോഷത്തോടെ നമുക്ക് വേണ്ടി വാങ്ങിയതല്ലേ. ദേ ഇത് തന്നെ ഇട്ടാ മതി. ആനിവേഴ്സറി നമുക്ക് എന്തായാലും അടിപൊളിയാക്കണം. കഴിഞ്ഞ വെഡിങ് ആനിവേഴ്സറിക്കോ എനിക്ക് വരാൻ പറ്റിയില്ല. എന്തായാലും ഇപ്പൊ ഇവിടെ തന്നെ ഉണ്ടല്ലോ, നന്നായി. അനുപേട്ട, ഫ്രണ്ട്സിനെയും നമ്മുടെ റിലേറ്റീവ്സിനൊക്കെ വിളിച്ചിട്ടില്ലേ? എന്റെ ഫ്രണ്ട്സിനൊക്കെ ഞാനും വിളിച്ചിട്ടുണ്ട്. ഇത് എനിക്കുള്ള ഉടുപ്പൊന്നും കാണുന്നില്ലല്ലോ. ആന്റി എനിക്കൊന്നും വാങ്ങിയില്ലേ? അതിന് വെഡിങ് ആനിവേഴ്സറി നിന്റെ അച്ഛന്റെ അമ്മയുടെ അല്ലേ? അപ്പോ എനിക്ക് സുന്ദരിയായിട്ട് ഒരുങ്ങണ്ടേ? ചിണുങ്ങണ്ട, നിനക്കുള്ളതേ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. വാ. നിന്നെ ഇതുകൊണ്ട് അകത്ത് വെച്ചേക്ക്. എന്തു പറ്റി മോളെ? മോളെന്തിനാ കരയുന്നത്? അവരെന്നെ ഓഫീസിൽ നിന്ന് അപമാനിച്ചിറക്കി വിട്ടു. ആര്? സച്ചിൻ ധനുഷും. നന്ദേട്ടന്റെ സ്ഥാനത്ത് എന്നെ അംഗീകരിക്കാൻ അവർക്ക് പറ്റില്ലെന്ന്. എന്നോട് വീട്ടിലെ കാര്യങ്ങൾ നോക്കി ഇവിടെ ഇരുന്നാ മതിയെന്ന്. അബദ്ധമായി പോയല്ലോ മോളെ. എന്നോട് പറയാതെ മോളെന്തിനാ ഓഫീസിലേക്ക് പോയത്? സച്ചിയോടും സന്ദീപിനോടും ധനുഷിനോടും ഞാൻ കാര്യങ്ങളൊന്നും അവതരിപ്പിച്ചിട്ടില്ല. അതിനു മുമ്പ് മോൾ ഓഫീസിൽ ചെന്ന് കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കാൻ തുടങ്ങിയ അവർക്കത് ബുദ്ധിമുട്ടാവില്ലേ? എന്നാലും ഇതുപോലൊരു അപമാനം ഞാൻ പ്രതീക്ഷിച്ചില്ല. ഒന്നുമില്ലെങ്കിലും ഞാൻ സച്ചിയുടെ ഏട്ടത്തിയല്ലേ, നന്ദേട്ടന്റെ ഭാര്യയല്ലേ. ആ ഒരു പരിഗണന പോലും സച്ചി എനിക്ക് തന്നില്ല.